ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രിയമുള്ള ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയാൻ പാടില്ലാത്തതാണ്. പറഞ്ഞാൽ വളരെയധികം നിങ്ങൾ ഖേദിക്കേണ്ടി വരും നിങ്ങളുടെ ജീവിത അവസാനം വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടാണ്. ഒരിക്കലും ഭാര്യമാരോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോ കാണുന്ന ഭാര്യമാരായിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ ഭർത്താക്കന്മാരോടാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് നന്മയുള്ളതായിരിക്കുന്ന കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളോട് വിവാഹം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ച സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. കല്യാണം കഴിഞ്ഞ, അതല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താക്കന്മാരായിട്ടുള്ള ഞാനടക്കമുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ സംസാരത്തിൽ ഭാര്യമാരോട് പാലിക്കേണ്ട മര്യാദകളും അതുപോലെയുള്ള വിഷയങ്ങളാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി തരുന്നത്. ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നുള്ള എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അവൻ്റെ മുത്തഖീങ്ങളായിരിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, അലിയാർ തങ്ങളെ, എൻ്റെ വിവാഹം ഇന്നലെയാണ് കഴിഞ്ഞത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇനി എൻ്റെ ദാമ്പത്യ ജീവിതം വളരെ ഭദ്രമായി സ്നേഹത്തോടെ ഞങ്ങൾക്ക് കഴിയണം. അതിനുള്ള മാർഗമെന്താണ്? നിങ്ങളെനിക്ക് ഒന്ന് ഉപദേശിക്കണമെന്ന് അലിയാർ തങ്ങളോട് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായും ഒന്നാമത്തത്, ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റു സ്ത്രീകളെ പുകഴ്ത്തി പറയാൻ പാടില്ല, വർണ്ണിച്ചു പറയാൻ പാടില്ല. നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരു പെണ്ണിനെക്കുറിച്ച് പുകഴ്ത്തി പറയുക, അത് നമ്മുടെ ഭാര്യമാർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. അവൾ അങ്ങനെയാണ്, അവൾ ഭക്ഷണമുണ്ടാക്കിയാൽ നല്ല രുചിയാണ്, അതല്ലെങ്കിൽ അവളുടെ വസ്ത്രധാരണം നല്ല രസമാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മറ്റൊരു പെണ്ണിനെ പുകഴ്ത്തിക്കൊണ്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് പറയുക, അത് ഭാര്യമാരുടെ മനസ്സിനിക്ക് വേദനയുണ്ടാക്കുന്നതും നമ്മോട് വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാര്യവുമായി തീരും. രണ്ടാമത്തത് അലിയാർ തങ്ങൾ പറയുന്നത്, ഭാര്യമാരെ അടിക്കാൻ പാടില്ല. മോനെ, നീ ഒരിക്കലും നിൻ്റെ ഭാര്യയുടെ മുഖത്തടിച്ചു പോകരുത്, ഒരിക്കലും നിൻ്റെ ഭാര്യയെ അടിച്ചു പോകരുത്. ഇസ്ലാം ഒരിക്കലും ഭാര്യമാരെ അടിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല എന്ന് അലിയാർ തങ്ങൾ ഉപദേശിക്കുമ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളുണ്ട് സ്വന്തം ഭാര്യമാരെ അടിക്കുന്നവർ. ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ, എരിവ് കൂടിയതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ ഭാര്യമാരെ ചീത്ത പറയുന്നവരും അടിക്കുന്നവരുമൊക്കെയുണ്ട്. ആ ദുശ്ശീലം നമ്മളിൽ നിന്ന് മാറ്റേണ്ടതാണ്. അതൊരിക്കലും നമ്മുടെ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം മഹാനവറുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കരയാൻ പാടില്ല. ഭർത്താവായിരിക്കുന്ന നിൻ്റെ മുതലാളി നിനക്ക് ശമ്പളം തന്നില്ല, അതല്ലെങ്കിൽ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചു വിട്ടു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ഭാര്യയുടെ മുന്നിൽ വന്നുകൊണ്ട് കരയുക, ഇതൊരു പുരുഷന് ചേർന്ന സ്വഭാവമല്ല. അലിയാർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീക്ക് അങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ
നിൻ്റെ ഭാര്യ കാണാതെ വീടിൻ്റെ ടെറസിന് മുകളിൽ പോയിരുന്നോ, അതല്ലെങ്കിൽ വീടിൻ്റെ റൂം അടച്ചിരുന്നു കൊണ്ടൊക്കെ കരയുക. അതല്ലാതെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കരയരുത്. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അതല്ലെങ്കിൽ നമ്മുടെ മകൻ, ഇവരുടെയൊക്കെ വിയോഗം കാരണം ചിലപ്പോഴൊക്കെ നമുക്ക് കരച്ചിൽ വരാറുണ്ട്. ആ ഒരു കരച്ചിലല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മറ്റൊരാളിൽ നിന്ന് നിനക്ക് കേൾക്കേണ്ടി വന്ന വിഷമത്താൽ നിൻ്റെ ഭാര്യയുടെ മുന്നിൽ വന്നുകൊണ്ട് കരയുക. ഭാര്യ നിന്നെ വിലയിരുത്താൻ ഇതൊരു കാരണമായിത്തീരും. നാലാമതായിക്കൊണ്ട് അലിയാർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, സാമ്പത്തികമായിരിക്കുന്ന നിൻ്റെ കാര്യങ്ങൾ നിൻ്റെ ഭാര്യയുമായി നീ പങ്കുവെക്കരുത്. നിൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സും നിൻ്റെ ഭാര്യയുമായി പങ്കുവെക്കാൻ പാടില്ല. കുറച്ചൊക്കെ വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. നിനക്ക് കിട്ടുന്ന എല്ലാ വരുമാനത്തിൻ്റെ സ്രോതസ്സും നിൻ്റെ ഭാര്യയോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ വിചാരിക്കും ഭർത്താവിൻ്റെ അരികിൽ ധാരാളം സമ്പത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ചിലവഴിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ധാരാളം ധൂർത്തുമായി ബന്ധപ്പെട്ടുള്ള ചിലവിലേക്ക് ഭാര്യമാർ പോകാൻ ഇടവരുമെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേതായി അലിയാർ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ജീവിത രഹസ്യങ്ങൾ ഒരിക്കലും ഭാര്യയും പറയാൻ പാടില്ല, ഭർത്താവും പറയാൻ പാടില്ല. ഭാര്യയോട് ഭർത്താവും പറയാൻ പാടില്ല, ഭർത്താവിനോട് ഭാര്യയും തൻ്റെ ജീവിതകാലത്ത് വിവാഹത്തിന് മുമ്പുണ്ടായിരുന്നതായിരിക്കുന്ന രഹസ്യങ്ങൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ല. ഇവിടെ നാം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട് ഇത്തരം വിഷയത്തിൻ്റെ പേരിൽ. ഒരുപാട് ത്വലാഖുകൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വിഷയത്തിൻ്റെ പേരിൽ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ രഹസ്യങ്ങൾ, വിവാഹത്തിന് മുമ്പ് നടന്നതായിരിക്കുന്ന നമ്മുടെ ജീവിത രഹസ്യങ്ങൾ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ പാടില്ല. ഇവിടെ എന്തെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ തെറ്റുന്ന സമയത്ത് അപ്പോഴാണ് രണ്ടാളുടെയും ആ പഴയ കാലത്തുള്ളതായിരിക്കുന്ന സ്വഭാവം വിളിച്ചു പറഞ്ഞുകൊണ്ട് ശണ്ട കൂടുന്നൊരവസ്ഥയുണ്ടാവും. ഭർത്താവ് പറയും, നിനക്ക് 10ാം ക്ലാസ്സിൽ വെച്ചുകൊണ്ട് നിന്നെ സ്നേഹിച്ചിരുന്ന അവനോടല്ലേ നിനക്ക് കൂടുതൽ സ്നേഹം, അവൻ്റെ കൂടെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ശണ്ടയുണ്ടാവാൻ ഇടവരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭർത്താവ് തൻ്റെ രഹസ്യം ഭാര്യയോടും ഭാര്യയുടെ രഹസ്യം ഭർത്താവിനോടും ഒരിക്കലും പങ്കുവെക്കാൻ പാടില്ല. ആറാമതായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പഠിപ്പിക്കുന്നത്, ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാര്യ മാതാവിനെയും പിതാവിനെയും കുറ്റം പറയാൻ പാടില്ല. അത് ഭാര്യമാർക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരിക്കും. എന്തെങ്കിലും വിഷയം വരുമ്പോഴേക്ക് നിൻ്റെ തന്തയോട് പോയി പറയടി എന്ന് പറയുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവം നാം മാറ്റേണ്ടതാണ്. ഒരിക്കലും തൻ്റെ ഭാര്യയുടെ മാതാവിനെയോ പിതാവിനെയോ ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചീത്ത പറയുന്ന ഒരു സ്വഭാവം അത് നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് നമ്മുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിലേക്ക് വളരെയധികം വിള്ളൽ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഏഴാമതായി അലിയാർ തങ്ങൾ അവിടുന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, സ്വന്തം മാതാപിതാക്കൾ, ഭർത്താവാകുന്ന ഞാൻ എൻ്റെ ഭാര്യയോട് എൻ്റെ മാതാപിതാക്കളെ പറ്റി കുറ്റം പറയുക. എൻ്റെ പിതാവ് അങ്ങനെയാണ്, എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, എൻ്റെ ഉമ്മ അങ്ങനെയാണ്, അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മയെ കുറ്റം പറയുന്നവൾ, സ്വന്തം ഉമ്മയെ കുറ്റം പറയുന്നവൻ, സ്വന്തം ഉപ്പയെ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് കുറ്റം പറയുക. ഇത് ഭാര്യയ്ക്ക് നമ്മുടെ മാതാപിതാക്കളോടുള്ള ബഹുമാനം കുറഞ്ഞു പോകാനും, ഭർത്താവിന് തന്നെ ഇത്രയേ അവരോട് സ്നേഹമുള്ളൂ, പിന്നെ ഞാൻ എന്തിന് അവരെ സ്നേഹിക്കണമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഭാര്യമാരുടെ സ്വഭാവം ഇത് കാരണമായി മാറിപ്പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കളെ ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. എട്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, മറ്റു പുരുഷന്മാരുടെ ഗുണങ്ങൾ കൂടുതൽ വർണ്ണിച്ചുകൊണ്ട് ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ പാടില്ല. മറ്റു പുരുഷന്മാരുടെ ഗുണങ്ങൾ അവൻ വലിയ സമ്പന്നനാണ്, അവൻ്റെ ബിസിനസ്സിൽ ഭയങ്കര പുരോഗതിയുണ്ട്, മാത്രവുമല്ല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വരെ വർണ്ണിക്കുന്നവരുണ്ട്, അവനക്ക് നല്ല മസിലുണ്ട്, അവൻ നല്ല സൗന്ദര്യവാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്
അന്യപുരുഷനെ തൻ്റെ ഭാര്യയുടെ മുന്നിൽ വർണ്ണിക്കുക. ഇത് ഭാര്യമാർക്ക് അവരോട് ആകർഷണീയത കൂടാൻ കാരണമാവുകയും പല സംഭവങ്ങളും ഇന്ന് കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. കാരണം ഈ ഭർത്താവ് തന്നെയായിരിക്കും. അപ്പോൾ ഒരിക്കലും ഭാര്യമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യപുരുഷന്മാരെക്കുറിച്ച് വർണ്ണിച്ച് പറയാൻ പാടില്ല. അത് ദാമ്പത്യ ജീവിതത്തിലേക്ക് വിള്ളൽ സംഭവിക്കും. അതുപോലെ തന്നെ 9ാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു കൊടുത്ത കാര്യമാണിത്. മോനെ, ഒരിക്കലും ത്വലാഖിൻ്റെ വചനം നിൻ്റെ ഭാര്യയോട് നീ പറയാൻ പാടില്ല. എന്തെങ്കിലും ചെറിയ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ നിന്നെ ഞാൻ 3 ത്വലാഖും ചൊല്ലി, നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്വലാഖിൻ്റെ വചനം ചൊല്ലുന്നവർ പിന്നീട് ഖേദിച്ചിട്ടൊരിക്കലും കാര്യമില്ല. എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം കുറഞ്ഞ അംഗവൈകല്യമുള്ള ഒരു സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം മുൻകോപിയായതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ട് ചെറിയ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഭാര്യയോട് ആ സമയത്തുള്ളതായിരിക്കുന്ന ദേഷ്യം കാരണം നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ത്വലാഖ് ചൊല്ലി പിരിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ആ അംഗവൈകല്യമുള്ള സമയത്ത് തന്നെ സാന്ത്വനപ്പെടുത്തിയിരുന്ന, തനിക്കെല്ലാം ചെയ്തു തന്നിരുന്ന ആ ഭാര്യയുടെ ഗുണങ്ങൾ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് പിന്നീട് ഒരുപാട് കാലം കരഞ്ഞുകൊണ്ട് ജീവിച്ച രംഗം എനിക്കറിയാം. എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വിഷയം വരുമ്പോഴേക്ക് ഭാര്യമാരോട് ത്വലാഖിൻ്റെ വചനം ഒരിക്കലും പറഞ്ഞു പോകരുതേ എന്ന് അലിയാർ തങ്ങൾ അവിടെ നിന്ന് ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ, ആ സഹോദരനെ ഉപദേശിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും വസ്ത്രങ്ങളെപ്പോലെയാണ്. വസ്ത്രം എത്രമാത്രം ശരീരത്തോട് ഒട്ടി നിൽക്കുന്നുണ്ടോ അത്രമാത്രം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഒട്ടി നിൽക്കുമ്പോഴാണ് കുടുംബ ജീവിതം സന്തോഷമാകുന്നത്. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുകയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയും വിള്ളൽ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മുടെ ദാമ്പത്യ ജീവിതം സുഖകരമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടുമുള്ള ഒരു ഉപദേശമാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.